ഹായ് ഹലോ എം.ആർ. പോയിട്ടോട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളെ കോഴികളെ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് പുറത്ത് വിടാണ്ട് കൂട്ട് തന്നെ ഇട്ടതായിരുന്നു. കാരണം മഴ നല്ല ശക്തിയിലുള്ള മഴയായതുകൊണ്ട് പിന്നെ ഒരു ചോർച്ച എന്ന് പറയാനില്ലായിരുന്നു. അത് ഫുള്ള് ഇടയ്ക്കും തലയ്ക്കും ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്ന സമയമായത് കൊണ്ട് ഇവരെ ഞാൻ വെറുതെ പുറത്ത് ഇറക്കിയിട്ട് ഇനി കോഴികൾക്ക് ഓരോ സൂക്കേടുകൾ വരുത്തണ്ട വിചാരിച്ചിട്ട് ഞാൻ കൂട്ടിൽ തന്നെ ഇട്ടതാണ്. അവിടെ തന്നെയായിരുന്നു ഫുഡും വെള്ളവും എന്ന് പറഞ്ഞതിൻ്റെ ഒക്കെ അങ്ങനെ തന്നെ കൊടുത്തതാണ്. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇവർ കൂട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ചൊരു വെയിൽ കണ്ട് പിന്നെ ഭയങ്കരമായിട്ട് മഴ പെയ്ത്. അപ്പോൾ ഇപ്പം ഞാൻ ഇപ്പോൾ അത്യാവശ്യം ഒരു വെയിലും ഒരു തെളിച്ചമൊക്കെ കണ്ട സമയത്ത് ഞാൻ വേഗം ഇവർ പുറത്ത് വിട്ട് കുറച്ചൊന്ന് അവർ പുറത്തുകൂടിയൊക്കെ ഒന്ന് നടന്നോണ്ടേ വിചാരിച്ചിട്ട് അവർക്കും വേണമല്ലോ ഒന്ന് ഉഷാറാവുക. കാരണം കൂട്ടിൽ തന്നെ ഇട്ടാൽ ഇവർക്കും അതിൻ്റേതായ മുഷിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. പുറത്ത് വിട്ടപ്പോഴേക്ക് ഇവർക്ക് ആ വെയിൽ കണ്ടപ്പോഴേക്ക് ഇവർ വെയിൽ കായുന്ന തിരക്കും അങ്ങനെ എന്തൊക്കെയോ കൊത്തി തിന്നുന്ന തിരക്കും പച്ചപ്പുല്ലും അതും ഇതും മണ്ണെന്നൊക്കെ ചിന്തിപ്പെറുക്കലും കാര്യം തിരക്കാണ് ഇവർക്ക്. അപ്പോൾ കുറേ ആയാലും ഇവർക്ക് അതൊന്നും നടക്കാണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷത്തിൽ ഇവരങ്ങനെ വെപ്രാളപ്പെട്ട് കഴിക്കുന്ന തിരക്കൊക്കെയാണ്. പിന്നെയാണെങ്കിൽ നമുക്ക് ഇവിടെ ചാണകം കൊണ്ട് ഇങ്ങനെ കോരുന്നുണ്ട്. അപ്പോൾ ആ കോരുന്നതിൻ്റെ ആ ഒരു ഇതിൽ നിന്നുള്ള കിട്ടാനുള്ളതൊക്കെ അവർക്ക് അതിൽ നിന്ന് കിട്ടിക്കോളും. അപ്പോൾ അവർക്ക് ഇന്ന് അതുകൂടി ഒരു കാര്യമായി. ഇന്ന് വിട്ടതുകൊണ്ട് നമ്മളെ ചാണകക്കുഴിയിൽ നിന്ന് ചാണകം കോരുന്നതിനെ കൊണ്ട് പിന്നെ ഇന്നിപ്പോൾ മഴയൊക്കെ ആകുമ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ, നമ്മൾ ഇതൊക്കെ കോരി തെങ്ങിനും അവിടെ എവിടെയൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൽ നിന്ന് കുറേ എന്തെങ്കിലും പ്രാണി പിന്നെ പുഴു അത് ഇതെന്ന് പറഞ്ഞിട്ടൊക്കെ അവർക്ക് അതിൽ നിന്ന് കിട്ടുമല്ലോ. അതുകൊണ്ട് അതും ഒരു കാര്യമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് അവിടെ നിൽക്കട്ടെ എന്ന്. അപ്പോൾ അത് കോരുന്ന ഇതാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ പിന്നെ ഇപ്പം ഞാൻ കുറഞ്ഞ സമയത്തേക്ക് എന്തായാലും അവരെ പുറത്ത് വിട്ട് തന്നെയാണ്. പക്ഷേ നോക്കിക്കൊണ്ട് നടക്കണം നമ്മൾ. കാരണം പിന്നെ നായും പൂച്ചയെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എല്ലാ സാധനവും ഉള്ളതിനെ കൊണ്ട് ഏതിലെ വരും എങ്ങനെ വരും എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴാണെങ്കിൽ കൂട്ടിലിങ്ങനെ കാണുന്നതിനെ കൊണ്ടും ഒക്കെ ഇപ്പോൾ ശരിക്കും പുറത്ത് ഇവരെ നല്ലോണം കാണാം. നമ്മൾ കൂട് അങ്ങനത്തെ കൂടാണ്. അപ്പോൾ നായും പൂച്ചയെന്ന് പറഞ്ഞാൽ എല്ലാം ഇവിടെ കാവിൽ തന്നെയാണ്. അപ്പോൾ ഇപ്പം എല്ലാവരും പുറത്താണ്. ആരൊക്കെയോ പോകുന്നുണ്ട്. പല ഭാഗത്തോടെ ഉണ്ട് കോഴികൾ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവരെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. കുറഞ്ഞ സമയം ഇവരെ നോക്കിക്കൊണ്ട് നടക്കുക തന്നെ വേണം. അതുകൊണ്ട് ഒന്ന് കൂട്ട് കയറ്റുന്ന വരെ ഏകദേശം ഞാൻ ഇവരെ കൂടെ തന്നെ നടക്കാൻ വിചാരിച്ചത്. കാരണം അവർ കുറച്ചൊന്ന് പുറത്തുകൂടിയൊക്കെ ഒന്ന് നടന്നോട്ടെ വിചാരിച്ചിട്ട്. ഇപ്പം കുറേ ആയി ഇങ്ങനെ ചിന്തിപ്പെറുക്കി നടക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് അവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഇവർ ആഘോഷിക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു വെയിൽ കിട്ടുമ്പോൾ എനിക്ക് തന്നെ ഒരു സന്തോഷം. ഇവരൊന്ന് പുറത്ത് വിടായിട്ട് കുറേ ദിവസങ്ങളായിട്ട് പുറത്ത് വിടാണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നതിനെ കൊണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് എനിക്കൊരു സമാധാനം ഇവരൊന്ന് പുറത്ത് വിടാൻ കഴിഞ്ഞതിൽ. അപ്പോൾ പിന്നെ എല്ലാവരും പല ഭാഗത്താണ്. കുറേ കോഴികൾ അപ്പുറവും ഇപ്പുറമൊക്കെ ആയിട്ടുണ്ട്. ഓരോ ഭാഗത്തേക്ക് അവർ സാധാരണ പുറത്തൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഓരോരുത്തർ അങ്ങനെ പോയിട്ടുണ്ട്. കുറേ കോഴികൾ ഇവിടെ വെയിൽ കായാൻ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മക്കളുണ്ട്. അവർ പിന്നെ സാധാരണ മുറ്റത്തൊക്കെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ മുറ്റത്തൂടെയൊക്കെ ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളെ ചാനൽ കാണുന്ന എല്ലാവരും നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. നല്ല എന്താ പറയുക, നിങ്ങൾക്ക് കോഴികളെയൊക്കെ വളർത്തുന്ന ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നല്ല ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കൂടിയൊക്കെ പറയുകയും ഒക്കെ ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനും ഷെയർ ചെയ്യുന്നതാണ്. കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്ന നമ്മളെ കോഴിയുടെ വിശേഷങ്ങളൊക്കെ ഇനി ഒരുപാട് പറയാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഞാനിപ്പോൾ ഇൻക്യുബേറ്ററിലൊക്കെ മുട്ട വിരിയിക്കുന്നുണ്ട്. ഇപ്പം അങ്ങനെയാണ് ഇപ്പോൾ പറ്റുന്നത്. അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് കോഴിക്ക് അട വെച്ച് കൊടുത്താൽ ഇപ്പോൾ അത്ര ശരിയാവില്ല. അതുകൊണ്ടാണ് ഇൻക്യുബേറ്റർ വഴി വിരിയിക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഇതിന് മുന്നേ വെച്ച കോഴിമുട്ട ഏകദേശം വിരിയാനായിട്ടുണ്ട്. പിന്നെ അത് 21 ദിവസത്തിൻ്റെ അടുത്തായി. അപ്പോൾ ഒരു വിഭാഗം ഈ അടുത്ത ദിവസം തന്നെ വിരിഞ്ഞിറങ്ങും. അപ്പോൾ ഇപ്പോൾ 2-3 ഇതിലാണ് ഞാൻ വെച്ചത്. അപ്പോൾ ഇനി സെക്കൻഡ് വിരിയാനുണ്ട്. അത് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ്. ഞാൻ മൂന്നാമത് വെച്ചത് കുറച്ചുകൂടി കഴിയും. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തതാണ്. അപ്പം ഇനി ആ ഒരു ഇതൊക്കെ വിരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ മക്കളെയൊക്കെ അധികം ഞാൻ ഇവിടെ വെക്കാറില്ല കേട്ടോ. കൂടി പോയ ഒരാഴ്ച എല്ലാ മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞാൻ കൊടുക്കലാണ് ചെയ്യാറ്. അപ്പം ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ് ചെയ്യുക. ഇപ്പോൾ പിന്നെ നമ്മൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കറണ്ട് പോവുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നത്. പിന്നെ നമ്മൾ തുറക്കാണ്ട് നിന്നാൽ ആ ഒരു ചൂടായിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിന്നോളും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്നാലും ഏകദേശം എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ നമ്മൾ വീണ്ടും പറയാണ്, നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
എല്ലാവരും കൂടെ ഉണ്ടാവുന്ന വിശ്വാസത്തിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.